തെങ്ങ് കൃഷി ചെയ്യുന്നത്. നെൽകൃഷി 86 ഹെക്ടർ സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നേരത്തെ ഒരു 30ഓളം ഹെക്ടർ സ്ഥലത്ത് നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് കവുങ്ങ് കൃഷിക്ക് വേണ്ടി ഈ നേരത്തെ കവുങ്ങിന് അടക്കയ്ക്ക് നല്ല വിലയുള്ള സമയത്ത് കുറേ കർഷകർ നെൽകൃഷിയിൽ നിന്ന് കവുങ്ങ് കൃഷിയിലേക്ക് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ പാടം നികത്തുകയോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. നെൽകൃഷിക്ക് പറ്റിയ മണ്ണോ കാലാവസ്ഥയോ അല്ല അല്ലേ? അങ്ങനെയല്ല സാർ, അത് നമുക്ക് ഈ മലയോര കുന്നും പ്രദേശമാണ്. അപ്പോൾ ഈ ഓരോ കുന്ന് തീരുമ്പോഴും ഒരു ചെറിയ ഇടപ്രദേശം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അവിടെ ഒരു തോടും കുറച്ച് പാടശേഖരങ്ങളും. അല്ല, അത് കുഴപ്പമില്ല, അതിനേക്കാൾ വരുമാനമുള്ളതാണല്ലോ തെങ്ങും കവുങ്ങും. പക്ഷേ ഈ തെങ്ങും കവുങ്ങും കൃഷി ചെയ്യുമ്പോൾ അതിന് ഇടവിളകളും ആവാം. എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഇടവിളകളാണ്? ഔഷധ കൃഷി ഇപ്പോൾ ഇവിടെ കാണിച്ചൊരു പ്ലോട്ട് അങ്ങനെയുള്ള ഔഷധ അതാണ്. പിന്നെ വാഴ, പച്ചക്കറികൾ, കിഴങ്ങ്, ഇപ്പോൾ മരച്ചീനിയൊക്കെ, ചേന, ചേമ്പ്, മരച്ചീനിയൊക്കെ ഭക്ഷ്യവിളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അല്ല, പഞ്ചായത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ടത് പഞ്ചായത്ത് ഏത് തരം ഇടപെടലുകളാണ്, എന്ത് സഹായങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ്. RKBY പ്രോജക്റ്റ് ഇപ്പോൾ നമുക്ക് കൃഷിയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് കാർഷിക പ്രോജക്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് സാർ. പ്ലാൻ ഫണ്ട് ഉപയോഗിക്കുന്നത് കൂടാതെ വെസ്റ്റേൺ ഘട്ട് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടേതും അതുപോലെ തന്നെ ഈ നബാർഡിൻ്റെ വാട്ടർ ഷെഡുകളൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിൽ വരുന്നുണ്ട്. അതിലൊക്കെ വരുമാനദായക പദ്ധതി എന്നുള്ള രീതിയിൽ ഒരുപാട് ഇടവിള കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വാഴ കൃഷിയാണ്. ഇപ്പോൾ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നത് ഈ മഴവെള്ള സംഭരണം, അതിനുവേണ്ട കല്ല് കയ്യാല കെട്ടല്, ഇതുമാതിരിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കല്ല് കയ്യാല കെട്ടി എന്ന് പറഞ്ഞു 1,35,000 മീറ്റർ എന്ന് പറഞ്ഞാൽ 190 കിലോമീറ്റർ. വലിയൊരു പദ്ധതിയാണല്ലോ അത്. പക്ഷെ അത് ഈ കല്ല് കയ്യാല് തന്നെയാണോ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? കല്ല് കയ്യാല കൂടാതെ കോണ്ടൂർ ട്രഞ്ച്, നമ്മൾ ഇപ്പോൾ കല്ലിൻ്റെ സ്ഥലത്ത് കല്ല് നമ്മൾ ഈ ചെങ്കൽ പാറകളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് കല്ല് കയ്യാലക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതല്ലാത്ത സ്ഥലത്ത് വെറും മണ്ണ് കയ്യാലകളും കോണ്ടൂർ ട്രഞ്ചൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നും പറ്റാത്ത സ്ഥലത്താണ് മഴക്കുഴികളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ചെയ്തത് മുഴുവനും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണോ അതോ വേറെ? അല്ല, തൊഴിലുറപ്പ് പദ്ധതി കൂടി ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഈ വർഷം നമ്മൾ 1,10,00,000 രൂപയുടെ വർക്ക് ഇപ്പോൾ നമ്മൾ ഈ നീർത്തട പദ്ധതിയിലാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോൾ അതൊന്നും തികയാത്തത് വേറെ പദ്ധതികളിൽ നിന്ന് വരും. ഉണ്ട്. നിങ്ങളുടെ കശുമാവിൻ്റെ കൃഷിയിൽ എന്തെങ്കിലും വളപ്രയോഗം എന്താണ്? കശുമാവ് കൃഷി വികസന ഏജൻസി പ്രശ്നം ഉണ്ടായ സ്ഥലങ്ങളിൽ പെട്ടതാണോ ഇത്? എൻഡോസൾഫാൻ പ്രശ്നം ഉണ്ടായ പഞ്ചായത്താണോ ഇത്? അതെ, എൻഡോസൾഫാൻ്റെ ബൗണ്ടറിയാണ്. കാരണം പനത്തടി പഞ്ചായത്തും കള്ളാർ പഞ്ചായത്തും എൻഡോസൾഫാൻ പഞ്ചായത്താണ്. അപ്പോൾ അതിനോട് തൊട്ട് കിടക്കുന്ന പഞ്ചായത്താണ് കോടമ്പുഴ. ശരിക്കും എൻഡോസൾഫാനിൽ ഒരുപാട് വികലാംഗരായിട്ടുള്ള ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ കൂടി എൻഡോസൾഫാൻ പഞ്ചായത്തായിട്ട് നമ്മളെ പഞ്ചായത്തിന് അംഗീകരിച്ചിട്ടില്ല. നമ്മളതിനെ അംഗീകരിച്ച് ചികിത്സാ സഹായം ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോർഡറിൽ കിടക്കുന്ന ഒരു വാർഡിൽ ഈ എൻഡോസൾഫാൻ പഞ്ചായത്തിൻ്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു വാർഡിൽ നമ്മളൊരു സർവേ പൂർത്തിയായിട്ടാകുമ്പോൾ 33 കുട്ടികൾ, ഇപ്പോൾ ഒരു 30 വയസ്സിന് താഴെയില്ല 33 കുട്ടികൾ, ഈ കുട്ടികളല്ല, ഇപ്പോൾ ഈ 33 വയസ്സിലുള്ളവർക്ക് ശാരീരിക മാനസിക വൈകല്യമുള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ ഇങ്ങനെ ഈ എൻഡോസൾഫാൻ്റെ പ്രശ്നം കൊണ്ട് ജീവിതത്തിന് ബുദ്ധിമുട്ടുള്ള എത്ര ആളുകളുണ്ടെന്ന് കണക്ക് വല്ലതും ഉണ്ടോ? ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ വൈകല്യങ്ങളുള്ളവർ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏകദേശം 700ഓളം പേർക്ക് സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അങ്ങനെയല്ല 700ഓളം പേര് നമ്മുടെ പഞ്ചായത്തിൽ 700 അത് വളരെ വലിയ സംഖ്യയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും നിങ്ങളുടെ വികസനം. അപ്പോൾ അതിന് ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ ഈ കാരണം എൻഡോസൾഫാൻ പദ്ധതിയിൽ പഞ്ചായത്തിനായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് സ്കീം അവർ അതിനകത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾക്കൊരു പുനരധിവാസ പ്രക്രിയ എന്നുള്ള രീതിയിൽ നമ്മൾ പഞ്ചായത്ത് ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. 2,36,00,000 രൂപ പ്ലാൻ ഫണ്ടായിട്ട് കിട്ടുന്ന ഒരു പഞ്ചായത്തിന് വേറെ സ്കീം വന്നാൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ആലോചിക്കാം എന്ന് പറയുന്നത് ക്രൂരമല്ലേ? അങ്ങനെയല്ല സർ, ഉൽപ്പാദന മേഖലയിൽ 40% ഫണ്ട് നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്, കാരണം കാർഷിക മേഖലയിൽ തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ സേവന മേഖലയിൽ കിട്ടുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് ചെലവിടേണ്ടി വരുന്നത് അംഗൻവാടികളും സ്കൂളുകൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സേവന മേഖലയിൽ നിന്ന് ഈ ഇങ്ങനെയുള്ള വലിയൊരു മാർജിൻ നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല. 2 കോടി രൂപ നിങ്ങളുടെ പഞ്ചായത്തിലെ SC/ST വിഭാഗം കുറച്ച് നല്ല ജനസംഖ്യ ഉള്ളവരാണ്. 700 അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ? ഉണ്ട്. അത് എത്ര വരും? എന്തായാലും ഒരു 100 പേരിൽ താഴെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം എന്താ പറയുക, SC/ST താമസിക്കുന്നത് ഇപ്പോൾ നേരത്തെ ആ ചിത്രത്തിൽ കണ്ട പോലെ നമ്മുടെ ഈ എൻഡോസൾഫാൻ ബോർഡർ ഏരിയകളിലല്ല, കാലിച്ചാനടക്കം പോലെയുള്ള മറ്റൊരു ബൗണ്ടറിയിലാണ് ഏറ്റവും കൂടുതൽ SC/ST തിങ്ങി പാർക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് അത്രത്തോളം ഈ
ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ കാണുന്നില്ല. ഊർജത്തിൻ്റെ രംഗത്ത് വളരെ കൗതുകകരമായ ചില കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെ 1750 കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അല്ല, അത് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായിട്ട് വിതരണം ചെയ്തതാണോ? അതെ സർ. ശരി. അത് 1997 ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ സൗരോർജ്ജ ഈ റാന്തലുകളും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പാനലുകൾ നമ്മൾ വിതരണം ചെയ്തതാണ്. ഈ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം എന്ന് അവകാശപ്പെടുകയുണ്ടായി. എന്താ അതിൻ്റെ അർത്ഥം? സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം എന്ന് പറയുന്നത് 97 നമുക്ക് ഈ രീതിയിൽ, കാരണം നമ്മുടെ പഞ്ചായത്തിൽ ആ സമയത്ത് 40% പ്രദേശങ്ങളിൽ മാത്രമേ അന്ന് വൈദ്യുതി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വലിയ എക്സ്ട്രീം റിമോട്ട് ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അന്നത്തെ കണ്ടീഷനിൽ നമുക്ക് വൈദ്യുതി എത്തിക്കാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അനർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഒരു സ്കീമിന് അപേക്ഷിച്ചതും അപേക്ഷിക്കുന്ന മുഴുവൻ പേർക്കും, സമ്പൂർണ്ണം എന്ന് പറയുന്നത് അപേക്ഷിക്കുന്ന മുഴുവൻ പേർക്കും, കാരണം ഇതിൻ്റെ 50% മാത്രമേ സബ്സിഡി ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ ഇതിന് നല്ലൊരു എമൗണ്ട് ചിലവ് വരുന്നുണ്ട്. ഒരു പിന്നെ റാന്തലിന് ഏകദേശം 5000 രൂപ ചിലവുണ്ട്. അപ്പോൾ 2500 രൂപ മാത്രമേ നമുക്ക് പഞ്ചായത്തിൻ്റെ സബ്സിഡി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്കി 2500 ബെനിഫിഷ്യറി തന്നെ മുടക്കണം. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അത് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് മുഴുവൻ ചെയ്യാം. SC/ST അവരുടെ ഷെയർ പഞ്ചായത്തിന് വഹിക്കുന്ന സ്കീം വല്ലതും ഉണ്ടോ? ഇപ്പോൾ 2500 രൂപ സ്വന്തമായി മുടക്കാൻ കഴിവില്ലാത്ത ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങൾക്ക് അവരുടെ ഷെയർ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ, അപ്പോൾ അവരുടെ വൈദ്യുതീകരണം നടക്കുമല്ലോ. SC/ST മേഖലകളിലേക്ക് നമ്മൾ ഈ സൗരോർജ്ജ പാനൽ അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ ഓൺ ഫണ്ട് നിന്ന് അവർക്ക് വേണ്ടുന്ന ഈ അവരുടെ വിഹിതം ഓൺ ഫണ്ട് നമ്മൾ എടുത്തിട്ട്. മൊത്തം എത്ര സൗര വിളക്കുകൾ വിതരണം ചെയ്തു? അങ്ങനെ ഒരു 200 താഴെ വിളക്കുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 200 സൗര വിളക്ക് കോളനി കേന്ദ്രീകരിച്ചിട്ട് ഈ കോളനി കേന്ദ്രങ്ങളിൽ പിന്നെ ഒരുപാട് ലൈറ്റുകൾ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലെ സൗരോർജ്ജ സ്ട്രീറ്റ് ലൈറ്റുകൾ അവർ താമസിക്കുന്ന കോളനികളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സജഷൻ, ഈ കാവിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളവിടെ മരങ്ങളും നടുന്നുണ്ട്. അതിൽ ഓരോ മരത്തിലും അതിൻ്റെ സ്പീഷീസ് ഏതാന്നുള്ളത് അതിൻ്റെ പേര് എഴുതാറുണ്ടോ? അതിപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ വരുന്ന, ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ മരങ്ങളെക്കുറിച്ച് നല്ലൊരു അറിവ് ഇപ്പോഴും നമ്മൾക്കുമില്ല. കാവിനകത്തൊക്കെ ഒരുപാട് വൈവിധ്യാർന്ന മരങ്ങളുണ്ട്, ഒരുപാട് ജീവികളുണ്ട് എന്നല്ലാണ്ട് ഏതൊക്കെ മരങ്ങളാണെന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് പയ്യന്നൂരിലെ സീക്കും അതുപോലെ തന്നെ കാർഷിക കോളേജിലെ ഇപ്പോൾ നമുക്ക് ഒരുപാട് സംഘടനകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഉദാഹരണം ഇപ്പോൾ CPCRI കാസർഗോഡ്, അതുപോലെ തന്നെ പടന്നക്കാട് കാർഷിക കോളേജ്. അപ്പോൾ അവിടെയൊക്കെയുള്ള കുട്ടികളൊക്കെ നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ സീക്ക് പയ്യന്നൂരിലെ നല്ലൊരു സംഘടനയാണ്, അവരും നമ്മളെ സഹായിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾക്ക് കാട്ടുമരങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ കാട്ടുമരം ഇപ്പോൾ ഇതിൽ കൂടാതെ നമ്മൾ 1,25,000 തൈകൾ ഈ കാവിനകത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1,25,000 തൈകൾ നമ്മൾ ഈ IWDP എന്ന് പറയുന്ന ഒരു സ്കീമിൽ നമ്മൾ കുടുംബശ്രീ 5 കുടുംബശ്രീ വഴി നഴ്സറി ആക്കിയിട്ട് വിതരണം ചെയ്ത് വളപ്പിലും അതുപോലെ തന്നെ കാവുകളിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി അത് നിങ്ങൾ അത് കാര്യമായിട്ട് എടുത്ത സ്പീഷീസിന്റെ പേര് എഴുതിയാൽ പ്രത്യേകിച്ച് ഇനി വരുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനായിട്ട് ഉള്ളൊരു അവസരം. നിങ്ങൾ ജലസംഭരണത്തിന് ഒരുപാട് ഏറ്റവും കൂടുതൽ എംഫസിസ് അതിനാണ് കൊടുത്തിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യം അതിനാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം അവിടെ ഈ പ്രദേശത്ത് കൊടുത്തു ഈ ജലസംഭരണത്തിന്, ബാക്കി പഞ്ചായത്തിൽ കാണാത്ത വിധത്തിലുള്ള? 2004 വരെ കുടിവെള്ള വിതരണം മുടങ്ങാതെ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നതാണ് സാർ നമ്മുടെ പഞ്ചായത്തിൽ. എല്ലാ പ്രദേശങ്ങളിലും ഏകദേശം 1.5 മുതൽ 2.5 ലക്ഷം രൂപ വരെ എല്ലാ വർഷവും കുടിവെള്ള വിതരണത്തിന് വേണ്ടി നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ ചിലവ് വന്നുകൊണ്ടിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് കുടിവെള്ളം ലഭ്യത എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം വേണമെന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെയാണ് നമുക്ക് ഈ വാട്ടർ ഷെഡ്, ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വാട്ടർ ഷെഡിൻ്റെ പ്രവർത്തനങ്ങൾ വഴി കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും പറ്റുമെന്ന് നമുക്ക് ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മൾ ഇതിനുവേണ്ടി സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കണ്ടു. ഞാൻ പിന്നെ വേറെ കണ്ടത് നിങ്ങൾ പോളിത്തീൻ ഷീറ്റ് ലൈൻഡ് പോണ്ടുകൾ കണ്ടോ അവിടെ? അത് കുറേ എണ്ണം കണ്ടോ അങ്ങനെ പോളിത്തീൻ ആ ഷീറ്റ് ലൈൻഡ് ആയിട്ടുള്ള പിന്നെ കുളങ്ങൾ കുറേ അധികം ഉണ്ടോ അവിടെ? ഇപ്പം അങ്ങനെ അത് 14 എണ്ണം ഇപ്പോൾ നമ്മൾ സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ ഷെഡിൽ. അതും മറ്റേതായിട്ട് എന്താ വ്യത്യാസം? അത് പോളിത്തീൻ ലൈൻഡും അതല്ലാത്ത കുളങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് സാർ? കാരണം ഇതിലിപ്പോൾ ഒരു 1.5 ലക്ഷം ലിറ്റർ വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ 1.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി നമുക്ക് അവസാനം വരെ നമുക്ക് ഈ പച്ചക്കറി തോട്ടം, ചെറിയ തോട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സാധാരണ മൺകുളങ്ങളിൽ നമ്മൾ വെള്ളം ശേഖരിച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും അത് ശരിക്കും പോന്ത് മണ്ണിലേക്കാണെങ്കിൽ കൂടി കൃഷിക്കാർക്ക് അത് കിട്ടുന്നില്ല. കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഗ്രീൻ കേരള എക്സ്പ്രസിൻ്റെ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മത്സരത്തിന് നമ്മുടെ ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ സ്ഥിരമായി ഗ്രീൻ കേരള എക്സ്പ്രസിൻ്റെ ഷോ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇന്നലെ വന്നത് മുതൽ ഇന്നലെയും ഇന്നുമായിട്ട് ഒരു ഷോ പോലും വിടാതെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം,
ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും ഉയർന്നവർ എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ അതേ ലെവലിലോ അല്ല ചിലപ്പോൾ